തെന്മല ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദിന സത്യാഗ്രഹ സമരം തെന്മല ടൗണിൽ സംഘടിപ്പിച്ചു. വാർഡിന്റെ ഭാഗമായ വാലുപറമ്പ് ഭാഗത്ത് റോഡിന് ഫണ്ട് അനുവദിക്കുക, തെന്മല പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ആധുനിക ചികിത്സാ സംവിധാനവും ഏർപ്പെടുത്തുക, ഡാമിലെ ഹൈമാസ് ലൈറ്റ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ ജി നാഗരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഒരു വർഷം കൊണ്ട് തന്നെ മനസ്സിലായി ഇത് പലതരത്തിലുള്ള ഒരിക്കലും നടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പഞ്ചായത്തും അതിൻ്റെ പ്രവർത്തനവും ചുക്കാനൊക്കെ വളരെ പ്രത്യേക തരത്തിലുള്ളതാണ്. അന്ന് മുതൽ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. 2021 9-ാം മാസം ജില്ലാ ഭൂജല വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് തെന്മല പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി പരിഹരിക്കാനായി 45 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും അത് നടപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് പുനലൂർ വാട്ടർ അതോറിറ്റിയിൽ ഗവൺമെന്റിന്റെ പദ്ധതി വരികയുണ്ടായി. പക്ഷേ ഇന്ന് വരെ തെന്മലയിൽ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുന്നതിന് പുനലൂർ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ കൂടുതലും സോഷ്യൽ മീഡിയ വഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ ഭരണവും അവകാശപ്പെടുന്ന ഏറ്റവും മികച്ച മുഖ്യമന്ത്രി മന്ത്രി എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയന്റെയും ശ്രീ മുഹമ്മദ് റിയാസിന്റെയും ഗവൺമെന്റ് നേരിട്ട് പരാതി കൊടുത്ത് നമ്മുടെ ഇക്കോ ടൂറിസം, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് ഇക്കോ ടൂറിസമായ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി തകർച്ചയുടെ പടുകൂടിയാണ്. ഈ ഭാഗത്ത് ജനങ്ങളുടെ വികസനത്തിന് തൊഴിലുമായി മുൻനിർത്തിയാണ് തെന്മല ഇക്കോ ടൂറിസം സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ആ പരാതി ചവിട്ടുകൊണ്ടയിൽ വരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വളരെ വലിയ തെന്മലയുടെ വികസനവും തെന്മലയുടെ ജനങ്ങളുടെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട ഒരു നിവേദനമായിരുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കണക്കപ്പിള്ളയായ ശ്രീ കെ ബാലഗോപാൽ അവരുടെ മുമ്പാകെ തെന്മല പോലീസ് സ്റ്റേഷന് കെട്ടിടം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് വശം ഒരു നിവേദനം കൊടുത്തിരുന്നു. അതും യാതൊരു തരത്തിലുള്ള അറിയിപ്പോ മറ്റും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തെന്മലയിൽ നിന്നും ഡാമിലോട്ട് പോകുന്ന വഴികളുടെ 2 പാതകൾ നോക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെയും വകുപ്പ് തലങ്ങളുടെ മുമ്പാകെയും നിവേദനം നൽകിയിരുന്നു. അതും യാതൊരു തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. തെന്മല ഇക്കോ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും കണ്ട് നിവേദനം സമർപ്പിച്ചിട്ടും നാളിതുവരെ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് ഉദ്ഘാടന വേളയിൽ നാഗരാജൻ പറഞ്ഞു. റവന്യൂ ഇല്ല എന്ന അതുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ടൊന്നും നടത്താൻ സാധിക്കത്തില്ല എന്ന അറിവിനും പ്രകാരം 2022 8-ാം മാസം ഒരു മുഖ്യമന്ത്രി കൊടുത്തതിന്റെ മറുപടി എന്നതിൽ തെന്മല നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിന് A3 12/962 1 നമ്പർ ഉത്തരവ് പ്രകാരം ഉത്തരവട്ടം അനുവദിച്ചിരുന്ന 7.200 സെന്റ് സ്ഥലം 2002-2003 കാലയളവിൽ പുസ്തകപ്പാട്ട റദ്ദ് ചെയ്ത് ഈ തരം സർക്കാരിന്റെ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അറിയാറുള്ളത്. പക്ഷേ ഇതുവരെ പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിന് അതിനെ ആവശ്യപ്പെട്ടെങ്കിലും അതും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിരവധി തെന്മലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിന് ശ്രമിച്ചപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയമാണ് അത് നടപ്പാക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മുന്നറിയിപ്പാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും താക്കീതോടെയാണ്. കാരണം സമാധാനത്തിന്റെ അങ്ങേയറ്റവും തെന്മല ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡായ തെന്മല ടൗൺ വാർഡ് വികസന സ്വപ്നവുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വപ്ന പദ്ധതിയായ എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം എന്ന ആശയം നടപ്പാക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും കടുത്ത എതിർപ്പും വിയോജിപ്പുമാണ് ഉള്ളതെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ്
വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. സമാപന യോഗം തെന്മലയുടെ കലാകാരൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ AT സാജൻ, സിവിൽ ബാബു, BSP നേതാവ് കണ്ണൻ, RSS നേതാവ് ബാലമുരുകൻ, ജയകുമാർ, ശിവൻകുട്ടി, BJP നേതാവ് സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ സമര പോരാട്ടങ്ങളിൽ പങ്കാളികളാകുവാൻ തന്റെ മൂന്നാം വാർഡിലെ നിരവധി വോട്ടർമാർ വരികയും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പരിചരിക്കുകയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരഹിതരുള്ള വാർഡ് തെന്മല 3-ാം വാർഡാണ്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വസ്തു ലഭിക്കുമ്പോൾ മലമുകളിലും വാഹനങ്ങൾ എത്തിപ്പെടാത്തിടത്തുമാണ് ഗുണഭോക്താക്കൾക്ക് സ്ഥലം ലഭിക്കുന്നത്. ഭൂരഹിതരായ അംഗങ്ങൾക്ക് 5 സെന്റ് ഭൂമി വീതം പതിച്ചു നൽകുക, ടൗൺ വാർഡിൽ വാലുപറമ്പ് കുടിവെള്ള പദ്ധതി, തെന്മല അംഗൻവാടി കുടിവെള്ള പദ്ധതി, റെയിൽവേ സ്റ്റേഷൻ ഭാഗം കുടിവെള്ള പദ്ധതി, ജൽജീവൻ മിഷൻ പൈപ്പ് കണക്ഷൻ തുടങ്ങിയവ ഉണ്ടെങ്കിലും ഒന്നും നടപ്പാക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. മേൽപ്പറഞ്ഞ പദ്ധതികൾ സജീവമാക്കി ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69991.